ഒരു നമ്പറില്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി 2 നമ്പർ 1 തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അജേഷ് പിപി. അജേഷാടാ അജേഷ്. ഇപ്പൊ എന്താ വേണ്ടത് മിസ്റ്റർ ബലരാമന്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? പ്രത്യേകിച്ച് ബേസിൽ ജോസഫിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നുന്നു. പക്ഷെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിനുള്ള വകുപ്പ് കഥയ്ക്കകത്തില്ല. ഓ, താൻ അത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് സാധാരണ ബേസിലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ല. ഇവനൊന്നും വേറൊരു പണിയില്ല. കഥയിൽ അതില്ലല്ലോ. ചെയ്തു അത്രേ തോന്നിയുള്ളൂ. അതിനുള്ള വകുപ്പുണ്ടോ? ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥയ്ക്കകത്തില്ല. നിനക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാം, നീ കൂടുതൽ സംസാരിക്കണ്ട. ബേസിൽ ജോസഫിന് നമ്മൾ സ്ഥിരമായിട്ട് കാണല്ലേ, എല്ലാ മാസവും ബേസിൽ അളിയാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. സത്യം പറ കുഞ്ഞിരാമ, നിനക്ക് അസുഖം വല്ലതും ഉണ്ടോ? ഞാൻ അഗൈൻ പറയുന്നു, ബേസിലിന്റെ ഒരു വെരി ആവറേജ് അല്ലെ, വെരി ആവറേജ് മൂവി ബേസിലിന്റെ. ഇത് വെച്ച് ഞാനൊരു പണി പണിയും മക്കളെ, ഈ പണി പാടും മക്കളെ. നിന്നെ ഞാൻ കാണിച്ചാടാ പട്ടി. OTT-ൽ എത്തിയതോടെ സൈബറിടത്താകെ ചർച്ച പൊന്മാൻ എന്ന ചിത്രത്തിലെ ബേസിൽ ജോസഫിന്റെ PP അജേഷ് എന്ന കഥാപാത്രമാണ്. സുഗുണം പോകരുത്. അജേഷാണോ? അജേഷ് വല്ലാത്തൊരടിയായിപ്പോയി. എന്നെല്ലാം മുട്ടും. അടിമുടി മാറിയ ബേസിൽ ഒരൊറ്റ ഫ്രെയിമിൽ പോലും ബേസിൽ മാനരസങ്ങളില്ല. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. സിനിമ മുഴുവൻ PP അജേഷ് മാത്രം. ചേട്ടാന്ന് വിളിച്ച വായം കൊണ്ട് എന്നെ കൊണ്ട് മോനെന്ന് വിളിപ്പിക്കരുത്. വൈകാരിക രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ താരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറ്റി. വേണേ ആരും കേൾക്കാതെ 2 പുളിച്ച തെറി വിളിച്ചു. അല്ലേ മറ്റാരും കാണാതെ കർണക്കുറ്റിക്ക് 2 ചളുക്ക് വിട്ടോ. പൊന്നു തൊടാത്തപ്പോഴാണ് പെണ്ണിന് ചന്തമെന്ന് പറയുന്ന അജേഷിനും സ്ക്രീനിൽ ഞെട്ടിച്ച ബേസിലിനും കയ്യടി. എളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. ഇപ്പൊ നാറിയിട്ടേ ഉള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കാൻ. അപ്പൊ എല്ലാം പറഞ്ഞു.